ഓരോ മഴയിലും ഓരോ മലവെള്ളപ്പാച്ചിലിനും കാരണമായ ഒരു ഭയം മുണ്ടക്കയിലെയും ചൂരൽമലയും വന്നു മൂടുമായിരുന്നു. അതിന്റെ താഴ്വാരങ്ങളിൽ പാർത്ത മനുഷ്യരെല്ലാം മലയടർന്നു വരുന്ന ദുസ്വപ്നങ്ങൾ കാണുമായിരുന്നു. കുട്ടികളുടെ കഥകളിൽ പോലും എന്നെങ്കിലും എത്തുന്ന ഒരു ദുരന്തത്തിന്റെ സൂചനകളുണ്ടായിരുന്നു. മുണ്ടക്കയിലെ മലനിരകളുടെ വേദനിപ്പിക്കുന്ന ചരിത്രത്തിൽ നിന്നാണ് അതുണ്ടായത്. എന്താ മാഷേ, പുഴയിൽ ഒഴുക്കാണ്ട് ഭയം നിൽക്കാണോ? ഓ, മലയിൽ നല്ല മഴ പെയ്യുന്നുണ്ടാവും, അതാ ഈ പുഴയിൽ ഇത്ര വെള്ളം. ഓഗസ്റ്റ് മാസമായില്ലേ, ഈ മഴ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പേടിയാ. അതെ, ആ ഭയമുണ്ടാവുമ്പോഴൊക്കെയും അഭയമായി ഈ ഗ്രാമം വന്നു ചേരുന്ന വിദ്യാലയമായിരുന്നു ഇത്. ആൽമരച്ചോട്ടിൽ മെല്ലെ ഒഴുകുന്ന പുഴയ്ക്കരികിൽ കൂട്ടമായിരുന്ന് അറിവിന്റെ അക്ഷരങ്ങളിലേക്ക് കയറി ചെന്നവർക്കോ അത് പകർന്നു നൽകിയവർക്കോ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഇവിടം. ജീവിതത്തിലെ എത്ര തിരക്കാണെങ്കിലും നമ്മളടക്ക് നമ്മൾ പഠിച്ച സ്കൂളില്ലേ, അതേ സ്കൂളിന്റെ വരാന്തയിൽ കൂടെ ഇങ്ങനെ വെറുതെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നടന്നാല് വല്ലാത്ത ഫീലാട്ടോ. അതുൾപ്പെടെ ഇല്ലാതായ മഹാദുരന്തത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഓർമ്മകളിൽ പിടയുന്നവർ ഈ ഗ്രാമത്തെ ഇനിയും സ്നേഹിച്ച് മതിയാവാത്തവരാണ്. എല്ലാ ദിവസവും ഉത്സവമാണ് സ്കൂള്, എല്ലാ ദിവസവും ആഘോഷമാണ്. മക്കൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു വിദ്യാലയം. വിദ്യാലയമല്ലായിരുന്നു, അതൊരു വീടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ ദുഃഖം വരാനാണെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ആ ദുഃഖത്തിന്റെ ആഴം വാക്കുകളിലോ ദൃശ്യങ്ങളിലോ ഒരിക്കലും നമുക്ക് പകർത്താനാവില്ല. 1984 14 പേരുടെ ജീവനെടുത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശം തന്നെയാണ് ഈ ദുരന്തത്തിന്റെയും പ്രഭവസ്ഥാനം. അതിന്റെ ഓർമ്മകളാണ് പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമലയിലേക്കും പിന്നെ ചാലിയാറിലേക്കും ഒഴുകുന്ന പുഴ കലങ്ങുമ്പോൾ ഈ ഗ്രാമത്തെ കോടമഞ്ഞിനൊപ്പം മൂടുക. ഓരോ മഴ കനക്കുമ്പോഴും എല്ലാം വാരിയെടുത്ത് വെള്ളാർമല സ്കൂളിലേക്ക് അവരോടിക്കയറും. അങ്ങനെ വളർന്ന കുഞ്ഞുങ്ങളുടെ കഥകളിൽ പോലും ആ ഭയത്തിന്റെ വരികളുണ്ടായി. സ്കൂളിലെ ലിറ്റിൽ മാഗസിനിൽ ലേ എന്ന പെൺകുട്ടി എഴുതിയ കഥ അവസാനിക്കുന്നിടത്ത് വെള്ളച്ചാട്ടത്തിനരികെ നിൽക്കുന്ന കുട്ടികളോട് ഒരു കിളി വന്ന് ഇങ്ങനെ പറയുന്നു: വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത്. ആ കിളി ഒരു വിചിത്രമായിരുന്നു. ആ കിളി സംസാരിക്കുമായിരുന്നു. അത് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു കുട്ടികളെ, ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്നും പറന്നുപോയി. അപ്പോൾ കുട്ടികൾ കണ്ടത് മലമുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മഴയായിരുന്നു. പെട്ടെന്ന് ആ പക്ഷി ഒരു പെൺകുട്ടിയായി മാറി. അവൾ വെള്ളച്ചാട്ടത്തിൽ മരിച്ച പെൺകുട്ടിയായിരുന്നു. ആ കഥ അവസാനിക്കുകയായിരുന്നില്ല, തുടരുകയായിരുന്നു. പിന്നീട് പലപ്പോഴും മലമുകളിലെ കാർമേഘങ്ങൾ കനത്തു പെയ്യുമ്പോൾ ഉരുൾപൊട്ടലുകളുണ്ടായി. അപ്പോഴൊന്നും പുഴ കയറി വരാത്ത ഇടങ്ങളിൽ അവർ ഒരുമിച്ചിരുന്നു. അവിടെ ഇരുന്ന് എന്നെങ്കിലും ഈ ഗ്രാമത്തെ ജലം മൂടുമെന്ന് അവർ കളിയായും കാര്യമായും പറയുമായിരുന്നത്രേ. അമ്മക്ക് ഭയങ്കര പേടി. അമ്മ എപ്പോഴും പറയും, ഇവിടെ ഉരുൾ പൊട്ടിയാൽ നേരെ വെള്ളം നമ്മളവിടേക്ക് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ പിന്നെ നേരെ അങ്ങനെ സീതമുക്കൊണ്ട് കൊണ്ടുപോയിട്ടും അവിടുന്ന് നമ്മൾ നേരെ നിലമ്പൂർക്ക് പോകുന്ന അമ്മ ഇടയ്ക്ക് പറയായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്കൊരു പേടി ഉണ്ടായത് ഈ കുന്ന് പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഒലിച്ചു വരുമോ, ഇല്ലെങ്കിൽ ഈ അമ്പലക്കുന്ന് പൊട്ടിയിട്ട് ഒലിച്ചു വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഇടങ്ങളിലാണ് മലഞ്ചെരി വാകി ഇടിഞ്ഞ് താഴേക്ക് കുതിച്ചെത്തിയപ്പോൾ ഇപ്പോൾ ഇല്ലാതായത്. ഇനി ഇങ്ങനെ ഇവിടെ മനുഷ്യരുണ്ടായേക്കില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ആദ്യമായി പുഴയോരത്ത് വെച്ച് കേട്ട കുട്ടികളുണ്ടായേക്കില്ല. അപകട സാധ്യതാ മേഖലയിലുള്ള വിദ്യാലയവും മാറ്റി സ്ഥാപിച്ചേക്കാം. ഇനി ഇവിടം അസാധാരണ രക്ഷാദൗത്യത്തിന്റെയും മനുഷ്യരുടെ മഹാസ്നേഹത്തിന്റെയും ഓർമ്മകളുടെ ഭൂമിയാണ്. പരസ്പരം ചേർത്തുപിടിച്ച് കരുത്തായതിന്റെ ഓർമ്മയാണ്. കടിഞ്ഞ ദുഃഖങ്ങൾ ഒരുമിച്ച് അതിജീവിച്ചതിന്റെ എക്കാലത്തെയും ഓർമ്മയാണ്. നിസ്സഹായരായി ഒരു നാട് നിന്നപ്പോൾ ചുരം കയറിയെത്തിയ കരുതലിന്റെ കരങ്ങൾ കണ്ട് വീണപ്പോൾ താങ്ങിയവൻ എന്റെ സംശയങ്ങൾ തീർത്തു തന്നില്ലേ എന്ന കവിത മുഴങ്ങുന്ന നാടാണ്. അനൂപ് ഖയാർ, കൈരളി ന്യൂസ്, വയനാട്.